കമ്മീഷൻ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നുണ്ട്. ഈ വിവാദ പ്രസ്താവനയിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. വിവാദ പ്രസ്താവനയുടെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരാതി ലഭിച്ചെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വന്ന ഉടൻ തന്നെ നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഗൈഡ് ലൈൻസ് അടക്കം നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്. അത് എല്ലാവരും കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിർദ്ദേശം, നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഇഷ്യൂ, നമ്മുടെ മീഡിയ ടീം ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് മേൽനോട്ട് വയ്ക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ടിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അത് വന്ന ഉടനെ നമ്മുടെ നിലവിലുള്ള റൂൾസ് അനുസരിച്ചിട്ട് വേണ്ട നടപടി നമ്മൾ സ്വീകരിക്കും. അതാണ് MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, ഇതിപ്പോൾ ഒരു അയോഗ്യതയിലേക്ക് എത്തുമോ? കാര്യങ്ങൾ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിനീത, ബി ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോടാണ് നിലവിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇന്നോ നാളെയോ ലഭിക്കും. ആ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നതാണ് പ്രധാനമായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. ഈ ബി ഗോപാലകൃഷ്ണൻ നടത്തിയ ആ പരാമർശത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി അത് കാണുന്നു. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല. ബി ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണം എന്നതാണ് LDFും UDFും പറയുന്ന കാര്യം. നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിക്കുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായി പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ചും ഈ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ആ യോഗത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി. അതുകൊണ്ട് തന്നെ അതിൽ എന്ത് നടപടി എടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ആ പ്രസ്താവന തിരുത്താൻ ഇതുവരെ ബി ഗോപാലകൃഷ്ണൻ ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടി എന്തായിരിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പല രീതിയിൽ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ കഴിയും. ഒരുപക്ഷെ ആ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകാം. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ താക്കീത് നൽകി ചെറിയൊരു നടപടിയിൽ ഒതുക്കാം. അങ്ങനെ മറിച്ചാണെങ്കിൽ നടപടിയാണ് വരാൻ പോകുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാം. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്.